എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കേക്കാട്ട് സ്വാമിയാർമഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനം ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ ഈ വർഷത്തെ മണ്ഡലക്കാലത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന ശ്രീമദ് ഭാഗവത മാഹാത്മ്യ പാരായണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് 39-ാം ദിവസം. ഇന്ന് 6-ാം അധ്യായത്തിലെ 88 മുതലുള്ള 92 വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യുകയും സാരം പറയുകയും ചെയ്യുന്നത് നികേഷ് ശ്രീ നായർ ആണ്. നികേത് നമ്മുടെ യൂത്ത് വിങ്ങിലെ ഒരു സജീവ മെമ്പറാണ്. എല്ലാ ക്ലാസ്സുകളും റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടിയാണ്. അച്ഛനും അമ്മയും എല്ലാവരും എല്ലാ ഞായറാഴ്ചയും വരും. വളരെ അച്ചടക്കത്തോടും വിനയത്തോടും ഗുരുഭക്തിയോടും കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് നികേത്. പരീക്ഷയുടെ തിരക്കുകളായിരുന്നു. +1 പഠിക്കുകയാണ്. പരീക്ഷയുടെ തിരക്കായിരുന്നു. എന്നാലും പങ്കെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ആണ് നികേത് ഇതിനകത്ത് നിന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നികേതിന് ചെറിയ ഭാഗമേ കൊടുത്തിട്ടുള്ളൂ, പരീക്ഷയുടെ തിരക്ക് കാരണം. എന്തായാലും കുഞ്ഞിനെ പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് 88 മുതൽ 92 വരെയുള്ള ശ്ലോകങ്ങൾ, പക്ഷെ ഓരോന്നും 4 വരി വീതമുണ്ട്. അങ്ങനെയാണ് നികേതിന് കൊടുത്തിരിക്കുന്ന ഭാഗം. ഏറ്റവും സന്തോഷത്തോടെ നികേതിനെ സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം ഇന്ന് ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയും പാരായണം ചെയ്യുന്നത് പാർവതിയാണ്. പാർവതിയെ കുറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏത് അടിയന്തര ഘട്ടത്തിലും ഒറ്റ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ എന്ത് പരിപാടി ഏൽപ്പിക്കുന്നുവോ, എന്ത് വായിക്കാൻ ഏൽപ്പിക്കുന്നുവോ, ഏത് ശ്ലോകം എന്താണെങ്കിൽ ഉടനെ തന്നെ വളരെ ഭംഗിയായിട്ട് അത് കൈകാര്യം ചെയ്യുന്ന മിടുക്കി കുട്ടിയാണ്. മിടുമിടുക്കി എന്ന് പറയാം. അതുപോലെ നമുക്ക് ഏറ്റവും ഒരു ധൈര്യം, ഇങ്ങനെ 1-2 പേരുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രോഗ്രാം നടത്താൻ ഒരു ധൈര്യമുണ്ട്. എന്താ വെച്ചാൽ ഇത്രയും കുട്ടികളെ പങ്കെടുപ്പിക്കുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ പെട്ടെന്ന് എന്തെങ്കിലും അസൗകര്യങ്ങളോ അസുഖങ്ങളോ ഒക്കെ വന്ന് കുട്ടികൾക്ക് പെട്ടെന്ന് പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകാം. അപ്പോ ഒരു 2-3 കുട്ടികൾ നമുക്ക് എപ്പോഴും വിളിച്ചാൽ വെളിപ്പുറത്തുള്ള കുട്ടികൾ ഉണ്ടെങ്കിലേ നമുക്ക് സ്മൂത്തായിട്ട് പ്രോഗ്രാം പോകുന്നുള്ളൂ. അങ്ങനെ ഉള്ളതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ആളാണ് പാർവതി. ഏറ്റവും സന്തോഷത്തോടെ പാർവതിയെയും നമ്മൾ ഇന്നത്തെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷം ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ആഗമനം കൂടിയുണ്ട്. അത് ആ സമയത്ത് പറയാം. ആദ്യമായി നികേതിനെ ഇന്നത്തെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർദ്വേഷവിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃതായ ആദികവി മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാ യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോചിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സത്യോ ഹൃത്യവരുത്രത്രേത്രകൃതിവി ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാതമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവർജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതു സ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേക
അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം സ്തം തം വ്യാസസോനുപയാമി ഗുരും മുനീനാം മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവേ വേദൈः സാംഗപദക്രമോപനിഷदैः ഗായന്തി യം സാമഗാ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകാ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതേർമഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേദേ യതമോഷ പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മഃ സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. ഇന്ന് ഞാൻ പാരായണം ചെയ്യുന്നത് ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അധ്യായം 6 ശ്ലോകങ്ങൾ 88 മുതൽ 92 വരെയാണ്. ദൃഷ്ട്വാ പ്രസന്നം മഹദാസനേ ഹരിം തേ ചക്രിരേ കീർത്തനമഗ്രതസ്തതാ ഭവോ ഭവാന്യാ കമലാസനസ്തു തത്രാഗമത്കീർത്തനദർശനായ. പ്രഹ്ലാദസ്താളധാരീ തരളഗതിതയാ ചോദ്ധവ കാംസ്യധാരീ വീണാധാരീ സുരർഷിഃ സ്വരകുശലതയാ രാഗകർത്താർജുനോऽഭൂത്. ഇന്ദ്രോ വാദീം മൃദംഗം ജയ ജയ സുകരാः കീർത്തനെ തേ കുമാരാ. യത്രാഗ്രേ ഭാവവക്താ രസവിരചനയാ വ്യാസപുത്രോ ബഭൂവ. നനർത്തമധ്യേ ത്രികമേവ തത്ര ഭക്ത്യാദികാനാം നടവൽസു തേജസാം അലൗകികം കീർത്തനമേതദീക്ഷ. ഹരിപ്രസന്നോऽപി വചോ ബ്രവീതത് മത്തോ വരം ഭാവവൃതാത് വൃണധ്വം പ്രീതഃ കഥാ കീർത്തനതോऽസ്മി സാമ്പ്രതം. ശ്രുത്വേതി തദ്വാക്യമതിപ്രസന്നാഃ പ്രേമാർത്തചിത്താ ഹരിമൂചിരേ തേ. നഗാഃ ഗാതാസു ച സർവഭക്തേ ഏഭിസ്ത്വയാ ഭാവ്യമിതി പ്രയത്നാത് മനോരഥോऽയം പരിപൂരണീയ സ്തതേതി ചോക്താന്തരതീയതാച്യുത. ഇപ്പോൾ പാരായണം ചെയ്ത ശ്ലോകങ്ങളുടെ സാരം നോക്കാം. നാരദന്റെ പൂജ സ്വീകരിച്ച് പ്രസന്നനായി ഉയർന്ന പീഠത്തിലിരിക്കുന്ന ഹരിയെ നാരദർ കീർത്തനം ചെയ്ത് സ്തുതിച്ചു. അപ്പോൾ പാർവതിയോടൊത്ത് ശിവനും ബ്രഹ്മദേവനും ഭഗവാനെ ദർശിക്കുവാനും സ്തുതിക്കുവാനുമായി അവിടെ എത്തിച്ചേർന്നു. പ്രഹ്ലാദന്റെ താളത്തിനും ഉദ്ധവന്റെ തരളഗതിയുള്ള ചേങ്ങലയ്ക്കും നാരദന്റെ വീണയ്ക്കുമൊപ്പം സ്വരമാധുര്യമുള്ള അർജുനൻ രാഗങ്ങൾ ആലാപനം ചെയ്തു. ഇന്ദ്രൻ മൃദംഗം വായിച്ചു. സനകാദികുമാരന്മാർ ജയഘോഷവും കീർത്തനാലാപനവും ചെയ്തു. ഭാഗവത കഥയിലൂടെ ശ്രീശുകൻ കോപം, ശോകം, ഭക്തി മുതലായ വ്യത്യസ്ത ഭാവങ്ങൾ ഭഗവാന് മുൻപിൽ പ്രകടമാക്കി. പ്രഹ്ലാദാദികളുടെ വാദ്യഘോഷങ്ങൾക്കൊപ്പം ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്നീ 3 പേരും ആ തേജസ്വികൾക്കിടയിൽ നടനചാരുതയോടെ നൃത്തം ചെയ്തു. അലൗകികമായ നൃത്ത കീർത്തനങ്ങൾ കേട്ടപ്പോൾ ഹരി ഏറ്റവും സന്തോഷിച്ച് ഇങ്ങനെ പറഞ്ഞു: കഥാകീർത്തനം കൊണ്ടും ഭാവപ്രകടനങ്ങൾ കൊണ്ടും ഇപ്പോൾ ഞാൻ ഏറ്റവും ആനന്ദത്തിലാണ്. നിങ്ങൾക്ക് എന്ത് വരം വേണമെങ്കിലും ഞാനിപ്പോൾ തരാം. മടിക്കാതെ ചോദിക്കുവിൻ. അപ്പോൾ ഭക്തന്മാർ പറഞ്ഞു: ഭാഗവത സപ്താഹ വേളകളിൽ ഈ കാണുന്ന എല്ലാ ഭക്തന്മാരോടുമൊപ്പം അങ്ങയുടെ സാന്നിധ്യമുണ്ടാകണമെന്ന ഞങ്ങളുടെ ആഗ്രഹത്തെ സാധിച്ചു തരണം. ഇതാണ് ഞങ്ങൾക്ക് വേണ്ട വരം. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അച്യുതൻ അന്തർധാനം ചെയ്തു. എനിക്ക് ഈ മണ്ഡലകാലത്ത് ഇങ്ങനെ ഒരു അവസരം നൽകിയ
എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുനാഥനായ പരമേശ്വരൻ സാറിനും സോമൻ ചേട്ടനും മധുചേട്ടനും സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുനാഥന്മാരുടെയും പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. സൈരാകുഞ്ഞെ വളരെ വളരെ നന്നായിരുന്നു കേട്ടോ. സാവകാശം നിർത്തി മോൻ ശ്ലോകം വായിച്ചത് കേൾക്കുമ്പോൾ ഒരാൾക്ക് കൂടെ ഇരുന്ന് പഠിക്കാം. അത്രയും സാവകാശം ഭംഗിയായിട്ട് അക്ഷരസ്ഫുടതയോടുകൂടി പറഞ്ഞു. അതേപോലെ തന്നെ കുറച്ചേ ഉള്ളുവെങ്കിലും ആ പ്രഭാഷണം വളരെ ഹൃദ്യമായിരുന്നു, വളരെ ക്ലിയർ ആയിരുന്നു, നല്ല കോൺഫിഡൻസോട് കൂടി പറഞ്ഞു. നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിലപ്പുറം നിങ്ങൾ തരുന്നു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ എല്ലാവരെയും. അടുത്തതായി പാർവതിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും സൈറാം. മാതൗ ദേവകി ദേവി ഗർഭജനനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്ദീസുതാപാലനം ഹേതത് ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഗുരുനാഥൻ തുണ ചെയ്ത സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയും എന്തെന്നറിഞ്ഞില്ല. ഇന്നീ കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതും അറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. എളുതായിട്ടു മുക്തി ലഭിപ്പനായി ചെവി തന്നിതു കേൾപ്പിന്നെല്ലാവരും. നമ്മെയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. 3 കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ 3ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും. നരി ചത്തു നരനായി പിറക്കുന്നു, നരി ചത്തുടനോരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തോരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമിയിനത്രേ നേടുന്നു കർമ്മങ്ങൾ. കർമ്മങ്ങൾക്കു വിളനിലമാക്കിയ ജന്മദേശമീ ഭൂമി അറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചമേ മറ്റെങ്ങും സാധിയ നിർണയം. ഭക്തന്മാർക്കും മുമുക്ഷു ജനങ്ങൾക്കും ശക്തരായ വിഷയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി ശിവ ശിവ. യുഗം 4ലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ രാമായണിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയെ മറ്റേതുമില്ല യത്നമറിഞ്ഞാലും. അർത്ഥമെത്ര വളരെയുണ്ടായാലും തൃപ്തിയാക്ക മനസ്സിനൊരു കാലം. ചത്തുപോന്നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോവാനൊരുത്തർക്കും കൂടിയല്ല പിറക്കുന്ന നേരത്തും
കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു നാം യഥാ ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേവരും ഏതു ദിക്കിലിരിക്കിലും നമ്മുടെ നാവു കൊണ്ടിതു അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ആമോദം പൂണ്ടു ചൊല്ലുവിൻ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. എനിക്ക് ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയും ചൊല്ലാൻ അവസരം നൽകിയ പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുജനങ്ങൾക്കും എന്നെ വിനീതമായ നമസ്കാരം. നന്നായിട്ടോ മുളക്കുട്ടി, അസലായി, വളരെ നന്നായിട്ട് ചൊല്ലി കേട്ടോ. ഭഗവാന്റെ അനുഗ്രഹം കുഞ്ഞിന് എപ്പോഴും ഉണ്ട് കൂടെ, ഒരു സംശയമില്ല. ഇന്ന് നമുക്കൊരു അപ്രതീക്ഷിതമായിട്ട് ഒരാളും കൂടെ ഒന്ന് ജ്ഞാനപ്പാന ചൊല്ലുന്നു. 21-ാം ദിവസം പാരായണവും പ്രഭാഷണവും നടത്തിയ അരുന്ധതി എം നായർ ഇന്ന് വൈകുന്നേരം ഒരു 7:30 ആയപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ എനിക്കും കൂടി ഒന്ന് ജ്ഞാനപ്പാനം ചൊല്ലാൻ ഒരു അവസരം തരാമോന്ന്. അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ നാളത്തെ മറ്റന്നാളത്തെ 2 ദിവസമല്ലേ ഉള്ളൂ, ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസം. അപ്പൊ അതെല്ലാം ഓൾറെഡി കുട്ടികൾക്ക് അലോട്ട് ചെയ്ത് കൊടുത്ത് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്, എല്ലാവരും ചൊല്ലി കേൾപ്പിച്ചുകൊണ്ട്. അപ്പൊ ഇന്നും 2 പേര് ചൊല്ലി കേൾപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, അയ്യോ മോളെ എല്ലാ ദിവസവും ആയല്ലോ, ആൾക്കാരൊക്കെ ആയല്ലോ എന്ന് പറഞ്ഞു. അയ്യോ ഒന്നോ ശരി സാറേ, ഇനിയൊരു അവസരത്തിൽ നോക്കാം എന്നൊരു വലിയ സങ്കടത്തോടു കൂടി ഫോൺ വെച്ചു. അപ്പൊ തന്നെ ഞാൻ തിരിച്ചു വിളിച്ചു, മോളെ ഇന്ന് ചൊല്ലാവോ എന്ന് വെച്ചു. ചുമ്മാ ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തതാ, ഇന്ന് ചൊല്ലാവോ എന്ന് വെച്ചു. ആ സാറേ ഇന്ന് ചൊല്ലാന്ന് പറഞ്ഞു. സാർ ഒരു മിനിറ്റ് ഞാനൊന്ന് ചൊല്ലി കേൾപ്പിക്കട്ടെ, ഇന്ന് ചൊല്ലാന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു, അപ്പൊ തന്നെ ചൊല്ലി കേൾപ്പിച്ചു. അപ്പൊ ഇങ്ങനെ ഇത്രയും താല്പര്യം കാണിക്കുന്ന കുട്ടികളെ എങ്ങനെ പങ്കെടുപ്പിക്കാതിരിക്കും? പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല, മോളെ ഇന്ന് തന്നെ മോള് ചൊല്ലിക്കോന്ന് പറഞ്ഞു. ഇനി സമയം മാറ്റി വെക്കണ്ട, ഇനി പറ്റായ വരണ്ട, അതാണ് എനിക്ക് തോന്നിയത്. ഇന്ന് തന്നെ മോള് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അരുന്ധതി ഇന്ന് ഏറ്റവും സന്തോഷത്തോടുകൂടി വളരെയധികം ആഗ്രഹത്തോടെ, +2 ആണ്, പരീക്ഷയുടെ നട്ടുക്കാണ് നിൽക്കുന്നത്, ഒത്തിരി പഠിക്കാനുണ്ട്, അതിനിടയ്ക്ക് കഥകളി കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാ തരത്തിലും വളരെ ബിസിയാണ്. അതേസമയം ഈ കാര്യത്തിൽ ഏറ്റവും മുൻഗണന കൊടുത്തുകൊണ്ട് ഇരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയെ പങ്കെടുപ്പിക്കാതിരിക്കുന്നത് എങ്ങനെയാ? അപ്പൊ കുഞ്ഞിന് ഞാൻ അവസരം കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ കുഞ്ഞിനെ അനുഗ്രഹിക്കുക. നമുക്ക് ജ്ഞാനപ്പാന കേൾക്കാം. അരുന്ധതിയെ ക്ഷണിച്ചു. ഏകശ്ലോക ഭാഗവതം. ആദൗ ദേവകി ദേവി ഗർഭജനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാതിഹനനം കുന്ദീസുതാപാലനം ഹേദ്യദ്ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം. ജ്ഞാനപ്പാന. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നമ്മളെ നെറ്റിന് എന്തോ പ്രശ്നം വന്നതാണല്ലോ.
ഇന്നലെയോളമെന്തെന്നറിഞ്ഞിടാം. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തൊഴിൽ മാറാപ്പൂ കേറ്റുന്നതും ഭവാൻ. എഴുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നിതു കേൾപ്പീനെല്ലാവരും. നമ്മെയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ. ഒന്നു കണ്ടു പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും. നരിച്ചത്തു നരനായി പിറക്കുന്നു, നാരി ചത്തുടനോരിയായി പോകുന്നു. കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു. ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു. ഈശ്വരന്റെ വിലാസങ്ങളിങ്ങനെ കീഴ്മേലിങ്ങനെ മണ്ടുന്ന ജീവന്മാർ ഭൂമി ഇന്നത്തെ തേടുന്നു കർമ്മങ്ങൾ. കർമ്മങ്ങൾക്കു വീളഭൂമിയാകിയ ജന്മദേശമീ ഭൂമിയറിഞ്ഞാലും കർമ്മനാശം വരുത്തേണമെങ്കിലും ചെമ്മി മറ്റെങ്ങും സാധിയ നിർണയം. ഭക്തന്മാർക്കും മുമുക്ഷുജനങ്ങൾക്കും ശക്തരായ വിഷയീ ജനങ്ങൾക്കും ഇച്ഛിച്ചിടുന്നതൊക്കെ കൊടുത്തിടും വിശ്വമാതാവു ഭൂമി. നെറ്റിന്റെ പ്രോബ്ലം ആണല്ലോ മോളെ അവിടെ. മോളോ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടല്ലോ. കലിയുഗം ഒരു കാലം ചത്തു പോന്നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോവാനൊരുത്തർക്കും കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തും മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. ശക്തി കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധകാലം കഴിവോളമീവണ്ണം ശ്രദ്ധയോടെ വസിക്കേണമേവരും. ഏതു ദിക്കിലിരിക്കിലും തന്നെ നാവു കൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യമപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ.
ആമോദം പൂണ്ടു ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജന ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. എനിക്കിന്ന് ഈ പാരായണം ഭാഗം കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. കാരണം ഈ പാരായണ പരമ്പരയിൽ ആദ്യ ഭാഗത്ത് തന്നെ എനിക്കൊരു അവസരം ലഭിച്ചിരുന്നു. എങ്കിലും ഞാൻ പരമേശ്വരൻ സാറിനോട് ഒരു പ്രത്യേക അപേക്ഷ വെച്ചു. എനിക്ക് ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയും ഒന്ന് പാരായണം ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ടെന്ന്. അതനുസരിച്ച് എനിക്ക് കിട്ടിയ അവസരമാണ് ഇന്നത്തേത്. അതിന് ഞാൻ പ്രത്യേകം നന്ദി എന്റെ പരമേശ്വരൻ സാറിനോട് പറയുന്നു. അതുപോലെ തന്നെ സ്വാമിയാർ മഠത്തിലെ മറ്റെല്ലാ ഗുരുക്കന്മാരോടും എന്റെ നന്ദി അറിയിക്കുന്നു. സൈറാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വലിയ സന്ദേശമാണ്. കാരണം ഇന്ന് ഈ സമയത്ത് ഈ പ്രായത്തിലുള്ള കുട്ടികളെല്ലാവരും ഒന്നിലെ ടി വിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ആഘോഷങ്ങള്, അല്ലെങ്കിൽ പുറത്ത് ഔട്ടിങ്ങിന് പോയിട്ട് വിനോദ യാത്രകളിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തുള്ള ഹോട്ടലുകളിൽ ഒക്കെ പോയിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയം. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ജീവിതത്തിൽ എന്താണോ വേണ്ടത്, അവനവന്റെ ജീവിതം നല്ല രീതിയിലാകാൻ, അച്ഛനമ്മമാർക്ക് നമ്മളൊരു തണലാകാൻ, അവനവന് സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ഒരു കഴിവുണ്ടാകാൻ ഈശ്വരാനുഗ്രഹം കൂടിയേ തീരൂ എന്ന് തിരിച്ചറിയുന്ന ഒരു ചെറുപ്പക്കാരെ, കുറച്ചുപേരെ, അങ്ങനെ ഒരു കുറച്ചുപേരെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. എന്താ വെച്ചാൽ അവരുടെ പ്രായം ഇന്ന് നമ്മൾ കണക്കിലെടുക്കണം. നമ്മളെപ്പോലെ അവസാന സമയത്ത് ഓടിച്ചെന്ന് ഭഗവാനെ എന്ന് വിളിക്കുന്നവരല്ല ഈ കുഞ്ഞുങ്ങളൊന്നും. ഇവര് കൊച്ചുനാളിലെ ഭഗവാന്റെ കൈപിടിച്ച് നടക്കുന്നവർ. എത്ര പുണ്യം ചെയ്ത കുട്ടികൾ, എത്രയോ ജന്മങ്ങളിലെ പുണ്യം ആണ് ഈ കുട്ടികൾ. അപ്പൊ നമുക്ക് ഈ കുട്ടികളെ നമുക്ക് കിട്ടിയത് നമ്മുടെ ഭാഗ്യം, നമ്മുടെ പുണ്യം. ഇനിയും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ അരുന്ധതിയും പാർവതിയും നികേതുമൊക്കെ ഒരു മാതൃകയായി മാറട്ടെ. നല്ല കുട്ടികളായിട്ട് വളരട്ടെ. സമൂഹത്തിന് അവരെ കൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടാകട്ടെ. അവരുടെ അന്തിമ ലക്ഷ്യം, ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യം നേടാൻ ഭഗവാൻ അവരെ നയിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മധുചേട്ടാ. സൈറാം. ഇനി പാരായണം ചെയ്യാനും വ്യാഖ്യാനിക്കാനും അത് കേൾക്കാനും ഏറെ നേരമില്ല. 2 ദിവസം മാത്രമേ ഉള്ളൂ. നികേതും പാർവതിയും അതിഥിയായി എത്തിയ അരുന്ധതിയും അവരുടെ ധർമ്മം യഥാവിധി ഭംഗിയായി നിർവഹിച്ചു. അഭിനന്ദനങ്ങൾ മാത്രം അവർക്ക് നൽകുന്നു. ശ്രീമദ് ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തിന് പരിധിയില്ല. ഭാഗവതം എന്ന മഹാസൗധത്തിന്റെ 4 സ്തംഭങ്ങളാണ് ചതുശ്ലോകി ഭാഗവതത്തിലെ 4 ശ്ലോകങ്ങൾ. ഇന്ന് ദിവസവും അവർ കുട്ടികൾ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. ബ്രഹ്മം, മായ, ജീവൻ, മുക്തി, ഈ 4 വിഷയങ്ങളാണ് ഭാഗവതത്തിലുടനീളം കഥകളിലൂടെയും ഉപകഥകളിലൂടെയും ഒക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഭാഗവതത്തിന്റെ സാരമാണ് ചതുശ്ലോകി ഭാഗവതം. സാന്ദർഭികമായി ഇത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ടെന്ന് ചിന്തിച്ചെടുക്കുക. അത്രയേറെ പുണ്യമായ 2 കൃതികളാണ് അത് രണ്ടും. അതുപോലെ തന്നെയാണ് സർവവേദാന്ത സാരസർവസ്വമായ ജ്ഞാനപ്പാനയും. 16-ാം നൂറ്റാണ്ടിലെ എഴുതിയ കൃതിയാണിത്. 16-ാം നൂറ്റാണ്ടിൽ ജനം അതും ഇന്നും മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ല. നമ്മുടെ ജീവിത വിജയത്തിനും
മനസ്സമാധാനത്തിനും ആത്മസംതൃപ്തിക്കും പ്രയോജനപ്പെടുത്താൻ ഭക്തി ജ്ഞാന കർമ്മമാർഗങ്ങളെ കോർത്തിണക്കി മനുഷ്യനെ ഈശ്വരോന്മുഖമാക്കി ജന്മസാഫല്യം കരുത്തുന്ന കൃതിയാണ്. ശ്രദ്ധയോടുകൂടി വായിച്ചാൽ അതിൻ്റെ അർത്ഥവും മനസ്സിലാകും, എത്രയേറെ പ്രാധാന്യം അതിനുണ്ടെന്നും മനസ്സിലാകും. ഇത് വിദ്യാർത്ഥികളും മുതിർന്നവരും നിഷ്കർഷയോടെ വായിച്ച് പഠിച്ച് സ്വജീവിതത്തിൽ പകർത്തിയാൽ മക്കളെ ജന്മസാഫല്യം ഇതിന് മറ്റൊന്നും ആവശ്യമില്ല, ഇത് മാത്രം മതിയാകും. ശ്രീമദ് ഭാഗവതവും ചതുശ്ലോകി ഭാഗവതവും ഇനി ജ്ഞാനപ്പാനയും മാത്രം മതി ദുരന്തപൂർണമായ കലികാലത്തെ തരണം ചെയ്യാൻ. ഇവയെല്ലാം പഠിക്കുന്നതും കേൾക്കുന്നതും ജന്മാന്തര പുണ്യ ഒന്നുകൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ. ആരും പറയാതെ അരുന്ധതി ഓടി വന്നല്ലോ, എനിക്കൊന്നുകൂടി ഒന്ന് വായിക്കണമെന്നും പറഞ്ഞു. ഭഗവാൻ പ്രേരിപ്പിച്ചതാണ്. സർവം ഭവത് പ്രേരണയോ ഭൂമൻ, എല്ലാത്തിനും പ്രേരണ ഭഗവാനാണ്, അല്ലെങ്കിൽ സാധിക്കില്ല. ഇത് കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ച് പറയിപ്പിച്ച് ശ്രോതാക്കളായ ഞങ്ങളെയും നേർവഴി നയിക്കുന്ന ഗുരുനാഥനായ ശ്രീ പരമേശ്വരൻ സാറിന് കുഞ്ഞുങ്ങളെ ഇതിനായി നിയോഗിക്കുന്ന സുഹൃതികളായ അച്ഛനമ്മമാരെയും കുഞ്ഞുങ്ങളിൽ സർവസാധാരണമായി കാണുന്ന മൊബൈലിനെ കുത്തി നോവിപ്പിക്കുന്ന സമയത്ത് സൽക്കർമ്മം നിർവഹിക്കുന്നു. അതിന് നിങ്ങളെ പ്രേരിപ്പിച്ചത് ഭഗവാൻ തന്നെയാണ്. എൻ്റെ മക്കളെ, അതൊന്നും ശാശ്വതമല്ല, അതെല്ലാം ദുർഗതിയിലേക്കുള്ള വഴികളാണ്. അത് നിങ്ങൾ ഈ ക്ലാസ്സുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭഗവാൻ തന്നെ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ വഴി തിരഞ്ഞെടുക്കാനായിട്ട്. ആ കുട്ടികളുടെയും ഗുരുനാഥൻ്റെയും രക്ഷകർത്താക്കളുടെയും പാദങ്ങളിൽ വിനയാദരപൂർവ്വം നമസ്കരിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. നന്ദി, നമസ്കാരം. മൊബൈലിനെ വേദനിപ്പിക്കരുതെന്നാണ് ചേട്ടൻ പറഞ്ഞ കേട്ടോ. സൂചിപ്പിച്ചല്ലോ. എല്ലാവർക്കും നമസ്കാരം. നികേത്, പാർവതി ആൻഡ് അരുന്ധതി മൂന്നുപേരും ഇന്നത്തെ ആ ഒരു ഇവർ മൂന്നുപേരും പ്രതിദാനം ചെയ്യുന്ന ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് കാണുന്നുണ്ട്. കാരണം ഞങ്ങളുടെ മാർഗം, ഞങ്ങളുടെ ജീവിതമാർഗം ഇതൊക്കെ തന്നെയാണ്, ഞങ്ങൾ ഈ ലൈനിലാണ് ഞങ്ങൾക്ക് മുൻപോട്ട് പോകാൻ ഇഷ്ടം എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന കുട്ടികളായിട്ട് ഞങ്ങൾക്ക് ഇവരെ കാണാൻ സാധിക്കുന്നു. അത് തീർച്ചയായിട്ടും അവരുടെ ഭാവിയെ ഭദ്രമാക്കും, അതിൽ യാതൊരു സംശയവുമില്ല. നികേത് വളരെ നന്നായി പറഞ്ഞു, ആ ശ്ലോകങ്ങൾ ചൊല്ലിയത് വളരെ നന്നായിരുന്നു, പ്രഭാഷണം വളരെ നന്നായി, അഭിനന്ദനങ്ങൾ. പാർവതിയും തന്നെ ഒരു സംശയമില്ല, വളരെ ഈസി ആയിട്ട് ഞാൻ അമ്മനെ ഭംഗിയായി ചൊല്ലി തീർത്തു, നന്നായിരുന്നു, അഭിനന്ദനങ്ങൾ. അരുന്ധതി അതെന്തായാലും വളരെ കേമായി, ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ കിട്ടിയ ബോണസ് എന്ന് പറയാമെന്ന്. വളരെ വളരെ നന്നായിരുന്നു അരുന്ധതിയും. മൂന്ന് പേർക്കും അഭിനന്ദനങ്ങൾ. ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായും കുട്ടികൾക്ക് ഉണ്ടാവട്ടെ. എല്ലാവർക്കും പരീക്ഷക്കാലമാണ്, എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ശരൺ സർ. നമസ്തേ, സായിറാം. നികേത്, പാർവതി, അരുന്ധതി. ഇപ്പൊ സൂര്യൻ സാറ് പറഞ്ഞ പോലെ നിങ്ങള് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ജനറേഷൻ ഉണ്ടല്ലോ, അതിൽ നിന്നും നിങ്ങൾ തികച്ചും വ്യത്യസ്തരാണ് പിള്ളേരെ. സത്യം പറഞ്ഞാല് ഈ ആർഷ വിദ്യാപീഠത്തിൽ കൂടി വന്ന പിള്ളേര് ഒരു സെൽഫ് ഡിസിപ്ലിന്റെ ഒരു വഴിയിൽ കൂടിയാണ് പോകുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിൽ ആ ഒരു ഡിസിപ്ലിൻ വന്നു ചേർന്നിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ മോൾക്ക് ഇപ്പം അരുന്ധതിക്ക് ഇന്ന് ഇവിടെ വന്ന് ചൊല്ലണം എന്ന് പറയാൻ ആ ഒരു ആഗ്രഹം ഉള്ളിൽ തോന്നിച്ചത് ഭഗവാനാണ്. നികേത്, നന്നായിരുന്നു മോനെ. ചെറിയ 4 ശ്ലോകങ്ങളാണെങ്കിലും സാറ് പറഞ്ഞ പോലെ ഓരോന്നും 1.5 ശ്ലോകമാണ്. മോൻ വളരെ നന്നായിട്ട് പാരായണം ചെയ്തു, നന്നായിട്ട് പ്രഭാഷണം പറഞ്ഞു.
പിന്നെ പാർവതി പറയാനില്ല. ഞങ്ങൾ അന്ന് പ്രഭാഷണം നല്ലോണം ചൊല്ലി. മിടുക്കിയാണ്. അന്ന് പറഞ്ഞില്ലേ സാറിന്റെ ഒരു അസന്ദിഗ്ധ ഘട്ടത്തിൽ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു പറയാൻ ഉള്ള കുറച്ച് പിള്ളേരുണ്ടെന്ന്. അതാണ് സാറിന്റെ കോൺഫിഡൻസ്. ആ സാറിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങളെ പോലുള്ള കുട്ടികളാണ്. പിന്നെ അരുന്ധതിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ നല്ല ആറ്റിറ്റ്യൂഡ്. മോൾക്ക് അങ്ങനെ തോന്നിയല്ലോ പറയാൻ, എനിക്കും ഇങ്ങനെ ഒരു ചാൻസ് വേണം സാർ. ഈ പഠന തിരക്കുകൾക്കിടയിലും മധുചേട്ടൻ പറഞ്ഞ പോലെ മൊബൈലിലും ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ പുറത്ത്, ഇപ്പൊ ഇന്ന് ഇവിടെ എന്റെ ഏരിയയില് ഞങ്ങൾക്ക് വണ്ടി പുറത്തിറക്കാൻ പറ്റില്ല. ഫോർട്ട് കൊച്ചിയിലാണ് എന്റെ വീട്. ഇവിടെ കാർണിവൽ ന്യൂ ഇയർ ആഘോഷിക്കാനും ഒക്കെ ഏതൊക്കെയോ നാടുകളിൽ നിന്നാണ് വണ്ടികൾ വരണത്. വഴി മൊത്തം ബ്ലോക്കാണ്. നമുക്ക് നാട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഒരു യുവത ഇവിടേക്ക് ഒഴുകി വരുന്നത്. എന്തൊക്കെയാ അവർ ചെയ്യണേ കാട്ടിക്കൂട്ടാണെന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല. ആ ഒരു സന്ദർഭത്തിലാണ് നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഇങ്ങനെ ഈ ഒരു വഴിയെ നയിക്കപ്പെടുന്നത്. അത് ദൈവാനുഗ്രഹം, പൂർവപുണ്യം, പൂർവജന്മാന്തരങ്ങളില് നമ്മൾ ചെയ്തു വെച്ച സുഹൃതം, അതൊക്കെ കൂടിയാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അത് അതുപോലെ നിലനിർത്തുക. എപ്പോഴും ഭഗവൻ നാമം കൂടെയിരിക്കട്ടെ. ഈ ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാം നേടിയിട്ട് ഇനിയും മുൻപോട്ട് നീങ്ങുക. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. സായിറാം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുന്നത്, മധുച്ചേട്ടൻ പറഞ്ഞത് 100% അത് ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും എഴുന്നേറ്റി പോകില്ല. അത്രയും ഒരു പിതൃ സ്ഥാനത്തിലാണ് മധുച്ചേട്ടൻ ഇരിക്കുന്നത്. അത് ദൈവാധീനമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത്, മുത്തച്ഛനെ കിട്ടിയത്. പിന്നെ പരമേശ്വരൻ സാറും സൂര്യൻ സാറും സന്ധ്യാമേടം എല്ലാവരും നല്ല വാക്കുകളാണ് എല്ലാവരുടെ നിന്നും വരുന്നത്. ഇതിന് കൂടുതൽ ഞാൻ എന്താ പറയുന്നത്, ഞങ്ങൾക്കൊരു ബോണസ് സൂര്യൻ സാറ് പറഞ്ഞ ഒരു ബോണസ് ആണ് അരുന്ധതി തന്നത്. ഏതായാലും നഷ്ടമായേനെ വന്നില്ലെങ്കിൽ. വളരെ നന്നായിരുന്നു മോളു. പിന്നെ നികേത് വളരെ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി അന്തർദാനം ചെയ്യിപ്പിച്ചു. ഭഗവാനെ ആ ഇതില് ഭാഗവതത്തിൽ അങ്ങ് ഇരുത്തിയിട്ട് ഭഗവാൻ അങ്ങ് തിരിച്ചുപോയി എന്നാണ് പറഞ്ഞത് നികേത്. വളരെ നന്നായിരുന്നു മോനു. പിന്നെ മറ്റേ പാർവതിയുടെ വളരെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു പാർവതി മോള്. ഈ പറയുന്ന മാതിരി ജ്ഞാനപ്പാന പഠിച്ചു കഴിഞ്ഞാൽ ഈ ജനറേഷനിലെ ജ്ഞാനപ്പാന പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. അത്രയ്ക്ക് അർത്ഥവത്തായ ഒരു ഇതാണ് അത്. എന്താ പറയുന്നത്, ജ്ഞാനപ്പാന. അത് എഴുതി വെച്ച ആളിനെ നമ്മൾ 10 എത്ര കൈകൊണ്ട് നമിച്ചാലും അധികമാവില്ല. അത്രയ്ക്ക് നല്ലൊരിതാണ്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം, നമ്മളെല്ലാം ഓരോ വാക്കുകളും നമുക്ക് എടുക്കാം, കോട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ അത് പഠിച്ചെടുക്കുക. അത് തന്നെ ഫോളോ ചെയ്യുക. എല്ലാവരും അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ആരോഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നമസ്കാരം മധുചേട്ടാ, പരമേശ്വര സാറിന് നമസ്കാരം. എല്ലാവർക്കും സാറിനും എല്ലാവർക്കും നമസ്കാരം. സായിരാം. സോമനാണേ. സായിരാം. സോമൻ ചേട്ടാ, സോറി, നമസ്കാരം. പാലക്കാടാണ്. ഗംഭീരായിട്ടോ 3 പേരുടെയും, പാർവതിയമ്മയും നികേത് സാറും അരുന്ധതി മാഡം ഒക്കെ ഗംഭീരാക്കിയതായാലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇപ്പം ഇവരെല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മുതിരുമ്പോൾ ഇതിലൊന്നും കാര്യമില്ലാന്ന് തോന്നും, പിന്നെ ഒരു പരുവാകുമ്പോൾ തോന്നും ഇതിലെ കാര്യമുള്ളൂ എന്ന് തോന്നും, പിന്നെ തോന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ 10-30 വർഷമായി പിള്ളേരെ ഇടയ്ക്ക് നിൽക്കണോണ്ട് പറയുക, ഈശ്വരൻ തന്ന ഈ മഹാഭാഗ്യം കൂട്ടുകാരോ മൊബൈലോ ഒക്കെ പറഞ്ഞ കേട്ട് പിടിവിടാതെ ഭഗവാന്റെ തൃപ്പാദത്തിൽ തന്നെ പിടിച്ചോളണം. നിങ്ങൾക്ക് വേണ്ടതൊക്കെ തരും. ആ സദ്ബുദ്ധി ഉണ്ടാവാനായിട്ട് എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. മക്കളെല്ലാം ഗുരുവായൂരപ്പ അനുഗ്രഹിക്കട്ടെ. സായിരാം. ഭാഗവത മണ്ഡപത്തിൽ നിന്നാണ് നിങ്ങൾക്ക് നിർദ്ദേശം തന്നത് കേട്ടോ, ഉപദേശം തന്നത്. പിന്നെ നമ്മുടെ നികേത് ഇപ്പൊ ഗീതാ ക്ലാസ് വരുന്നുണ്ട് അച്ഛനും ഇവിടെ കൂടെ കേട്ടോ, എല്ലാ വെള്ളിയാഴ്ചയും. ശരി, സായിരാം. സായിരാം.
നാളത്തെ പ്രോഗ്രാം നോക്കാം. നാളെ 40-ാം ദിവസം 6-ാം അധ്യായത്തിലെ ശ്ലോകങ്ങൾ 93 മുതൽ 100 വരെ പാരായണം ചെയ്യുന്നത് ധൃതിമോൾ നേരത്തെ ഒരു ദിവസം ജ്ഞാനപ്പാനം ചെയ്തിരുന്നു. അന്ന് ചില അസൗകര്യങ്ങൾ കൊണ്ട് അന്ന് പ്രഭാഷണം കൊടുത്തിരുന്ന ദിവസം കുഞ്ഞിന് പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോ നാളെ കുഞ്ഞിനൊരു പ്രഭാഷണം പാരായണവും കൂടെ കൊടുത്തിരിക്കുകയാണ്. തീരെ ചെറിയ കുട്ടിയാണ്. ആരാധ്യ സന്തോഷ് ആണ് നാളെ ഏകശ്ലോക ഭാഗവതവും ജ്ഞാനപ്പാനയും പാരായണം ചെയ്യുന്നത്. 2 കുട്ടികളും നമുക്ക് ഏറ്റവും ഓമനത്വമുള്ള നമ്മുടെ മഠത്തിലെ കുട്ടികളാണ്. എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നവരാണ്. ശ്രീരുദ്രം മുതലായ എല്ലാ മന്ത്രങ്ങളും പഠിച്ചവരാണ്. ഇപ്പോ ഇന്ന് വരെ പങ്കെടുത്ത കുട്ടികളിൽ എല്ലാ കുട്ടികളിലും ഒരേപോലെയുള്ളവരാണ് എല്ലാവരും. ആരും മോശക്കാരല്ല. വളരെ എന്താ പറയുക, ഈ ഈശ്വരീയ കാര്യങ്ങളിൽ ഇത്രയും ശ്രദ്ധ പതിപ്പിക്കുന്ന കുട്ടികൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഓരോ ദിവസവും ഇനിയിപ്പോൾ തീർന്നു പോകുമല്ലോ എന്നുള്ളൊരു ഇതേ ഉള്ളൂ. പിന്നെ അടുത്തത് വരും, അപ്പോഴേക്കും നമുക്ക് നോക്കാം. പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതൽ വേദമന്ത്രങ്ങളൊക്കെ പഠിപ്പിക്കാൻ. അപ്പോൾ ഇവരെ തൈത്തിരീയ ഉപനിഷത്ത് ചൊല്ലാൻ പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇപ്പം ഞാൻ. സാധാരണ ഞങ്ങളുടെ സമൂഹ മഠങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ഈണത്തോടുകൂടി ആ മന്ത്രത്തിന്റെ സ്വയത്തോടുകൂടി ചൊല്ലുന്ന ഒരു ഉപനിഷത്താണ് തൈത്തിരീയ ഉപനിഷത്ത്. അതിലാണ് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ എന്ന ആ വാക്യങ്ങളൊക്കെ വരുന്നത്. അതേമാതിരി ധർമ്മം ചര എന്നുള്ളതൊക്കെ വരുന്നതും സത്യം മത ധർമ്മം ചര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നൊരു ഉപനിഷത്താണ്. അപ്പോൾ ഈ കുട്ടികൾ ഇത്രയും നന്നായിട്ടെല്ലാം പങ്കെടുക്കുമ്പോൾ അവർക്ക് നല്ല വാല്യൂ ഉള്ളതൊക്കെ കൊടുക്കണ്ടേ. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അവരെ വൈകുന്നേരങ്ങളിൽ അവരുടെ ക്ലാസ്സുകളിൽ അവർക്കത് പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിക്കുകയാണ്. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. കുട്ടികളെ നല്ല എന്താ വെച്ചാൽ ഇവർക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ടില്ല. ഇവർക്കൊന്നും പഠിക്കാനോ ഒരു പ്രശ്നവുമില്ല. ഒരു പ്രാവശ്യം നമ്മളൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി, പിന്നെ അവരപ്പം തന്നെ അത് ഹൃദിസ്ഥമാക്കുന്നു. അത് ഈശ്വരന്റെ പരിപൂർണ അനുഗ്രഹമില്ലാതെ നടക്കില്ല. കാരണം വയസ്സായ കാലത്ത് നമ്മൾ കിടന്ന് ബുദ്ധിമുട്ടുന്ന നമുക്കറിയാം എന്തെങ്കിലും പഠിക്കണമെങ്കിൽ. കുഞ്ഞുങ്ങൾക്ക് ഭഗവാൻ കൂടെ ഉണ്ട്, അത് നടത്തി കൊടുക്കുന്നു. നാളെ 2 കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കാനായിട്ട് എല്ലാവരും ഇന്നത്തെ പോലെ നേരത്തെ എത്തുക, കുട്ടികളെ അനുഗ്രഹിക്കുക. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരിലേക്കും ഇത് എത്തിക്കുക, മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക. നമ്മുടെ വീഡിയോസ് കിടപ്പുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഒക്കെ അതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. ഈ ലിങ്ക് അല്ല, അത് വേറൊരു ലിങ്ക് ഉണ്ട് സ്വാമിയാർ മഠത്തിന്റെ. ആ ലിങ്ക് നമ്മൾ ഗ്രൂപ്പിൽ, ഞാൻ നാളെ മറ്റന്നാളെ ഗ്രൂപ്പിൽ ഇടാം. ആ ഗ്രൂപ്പിൽ വരുന്ന ലിങ്ക്, നമ്മുടെ ആത്മീയ ക്ലാസ്സുകളെല്ലാം ഈ ലിങ്കിൽ കിട്ടും എന്ന് പറഞ്ഞാണ് അതിനകത്ത് ഇടുന്നത്. അത് എടുത്തിട്ട് കൂട്ടുകാർക്ക് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തിട്ട് പറയുക, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ പ്രോഗ്രാം ഇതിനകത്ത് പോയാൽ കാണാം, ഇതിനകത്ത് കുട്ടികളെ മഹാഭാഗ്യം എന്ന് പറഞ്ഞൊരു രീതിയിൽ കാണാം, അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും കേൾക്കാം. അങ്ങനെ നിങ്ങളും ഇതൊന്ന് കണ്ട് നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കുക. ഇങ്ങനെ ഈ സന്ദേശം നമ്മളൊന്ന് മാക്സിമം നമ്മൾ പ്രചരിപ്പിക്കണം എന്നുകൂടെ ഒരു അപേക്ഷയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നാളെ വീണ്ടും കാണാം. സാറേ, സാന്ദർഭികമായിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ ചേനക്കര